ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ്. അതെ, ഛത്രപതി ശിവാജിയുടെ മകന്റെ കഥ പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ മൂവി. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്ന ചാവ എന്ന് പറയുന്ന മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ എല്ലാ മച്ചാന്മാരെയും സിനിമറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇനി നമുക്ക് സമയം കളയണ്ട, നേരെ സ്റ്റോറി നോക്കാം. പണ്ടത്തെ കാലഘട്ടത്തില് മറാത്താസും മുഗൾസുമായിട്ട് വലിയ യുദ്ധങ്ങൾ നടക്കുമായിരുന്നു. അവരുടെ പല ജനറേഷൻസ് ആയിട്ട് തമ്മിലുള്ള വഴക്ക് പതിവായിരുന്നു. മറാത്താസിന്റെ തലവൻ വീരശിവാജിയായിരുന്നു. എന്നാൽ അദ്ദേഹം മരിച്ചതിന് ശേഷം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സ്റ്റോറിയിലൂടെ പറയുന്നത്. മറാത്താസിന്റെ തലവനായ വീരശിവാജി മരിച്ചതിന് ശേഷം മുഗൾ സാമ്രാജ്യക്കാര് ആ കാര്യം ആലോചിച്ച് ഒരുപാട് സമാധാനിക്കുന്നു. എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മറാത്താസിനെ ഒതുക്കി എല്ലാം ഇവരുടെ കയ്യിലേക്ക് കൊണ്ടുവരാമെന്നാണ് അവരാലോചിച്ചുകൊണ്ടിരുന്നത്. ആ സമയം മുഗൾസിന്റെ ഹെഡായിട്ടുണ്ടായിരുന്നത് ഔറംഗസീബ് എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. ശിവാജിന്റെ മരണത്തിന് ശേഷം മറാത്താസ് അടിയിലായെന്നും ഇനി അവരെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഒതുക്കി കളയാന്നൊക്കെ ഔറംഗസീബിന്റെ ആൾക്കാർ വന്ന് അയാളോട് പറയുന്ന സമയം അയാൾ പറയുവാണ്, മരിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടക്കണേന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്തായാലും അത് സാധിക്കാൻ പോകുന്നില്ല, ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഈ ഒരു സന്തോഷ കാര്യം ഒന്ന് ആഘോഷമാക്കാന്ന് അയാൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ അവരുടെ കൊട്ടാരത്തിലും അവരെ ആ സ്ഥലത്തൊക്കെ അതിന്റെ ആഘോഷങ്ങൾ നടക്കുന്നു. അങ്ങനെ ആ സീനിനെ കട്ടായ അടുത്ത സീനില് മുഗൾ രാജവംശത്തിന്റെ കൺട്രോളിലുള്ള ഒരു പ്രദേശം കാണിക്കുന്നു. ഈ സ്ഥലത്തിന്റെ തലവൻ ദായി ഫയൽമാനാണ്. അവരിപ്പം മറാത്താസിനെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിക്കൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയമാണ് ഒരു പാട് അവിടേക്ക് വരുന്നത്. ഈ വരുന്നത് ആരാണെന്ന് ഈ സമയം ആൾക്കാരെല്ലാം നോക്കുന്നു. വന്നത് മറ്റാരുമല്ലായിരുന്നു, മറാത്താസ് പടയായിരുന്നു. ഛത്രപതി ശിവാജിക്ക് സംഭാജി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. വിക്കി കൗശലാണ് ഈ കഥാപാത്രം ചെയ്യുന്നത്. ഇവനാണ് നമ്മുടെ മൂവിലെ നായകൻ. അങ്ങനെ ഇപ്പൊ നായകൻ അവന്റെ പടയനെയും കൊണ്ട് വന്നതാണ്. ശിവാജി മരിച്ചതിന് ശേഷം മറാത്ത പട വീഴുമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. എന്നാൽ അച്ഛനില്ലെങ്കിലും അച്ഛനേക്കാൾ കരുത്തനായിട്ട് മകൻ ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കാനാണ് നായകൻ പടയനെയും കൂട്ടി വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നായകൻ അവന്റെ പടയും ഇവിടേക്ക് എത്തി ഇവരുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുന്നു. അതെ, വലിയൊരു യുദ്ധം തന്നെ അവിടെ നടക്കുവാണ്. നായകന്റെ ഈ ധൈര്യവും വരവെല്ലാം കാണുന്ന സമയത്ത് ഛത്രപതി ശിവാജി വരുന്ന പോലെയാണ് അവർക്കെല്ലാം ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ ആ യുദ്ധം നടത്തി ആ സ്ഥലത്തിന്റെ തലവനായ ഫയൽമാന്റെ അടുത്തേക്ക് നമ്മുടെ നായകൻ എത്തുവാണ്. ഈ സമയം നായകനെ തീർക്കാൻ വേണ്ടി അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകൻ ഒരു ട്രാപ്പിലേക്ക് വീഴ്ത്തുന്നു. ആ ട്രാപ്പില് ഒരു സിംഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ സിംഹം നായകനെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയം നായകൻ ആ സിംഹമായിട്ട് ഫൈറ്റ് ആവുകയാണ്. അതിനൊടുവില് ഒരുപാട് കഷ്ടപ്പെട്ട് നായകൻ ആ സിംഹത്തിനെ കൊല്ലുന്നു. ശേഷം ആ ഫയൽമാന്റെ അടുത്തേക്ക് എത്തി അയാളുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുവാണ്. ആ ഫൈറ്റിനൊടുവിൽ നായകൻ ആ ഫയൽമാനെ കൊന്ന് അയാളുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന ആ സ്ഥലം പിടിച്ചെടുക്കുന്നു. അങ്ങനെ ആ സിംഹ കട്ടയ അടുത്ത സീനില് നമ്മുടെ നായകനെ അവന്റെ പടയനെയും കാണിക്കുന്നു. അവരിപ്പോ ഈ സ്ഥലമെല്ലാം പിടിച്ചെടുത്തതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ നായകൻ മാത്രം കുറച്ച് ദൂരെ മാറി നിന്ന് എന്തോ ആലോചിക്കുവാണ്. സംഭവം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകൻ ആലോചിക്കുന്നത് അവന്റെ കുട്ടിക്കാലത്തിനെ പറ്റിയാണ്. നായകന്റെ അച്ഛനായ ഛത്രപതി ശിവാജിക്ക് ഒരുപാട് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് നായകന് അച്ഛനോടൊപ്പം അധികം ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ കാര്യങ്ങളൊക്കെയാണ് നായകൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നായകൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകന്റെ തൊഴില് ആരോ കൈവെക്കുന്നു. നോക്കുന്ന സമയത്ത് അത് മറ്റാരുമല്ല, നായകന്റെ മാമനാണ്. ചെറുപ്പം മുതലേ നായകനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് നായകനെ ആയോധന കലകളെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നത് ഈ മാമനായിരുന്നു. കൂടുതൽ സമയവും നായകൻ ഈ മാമന്റെ കൂടെ തന്നെയായിരുന്നു. ശരിക്കും നായകന് അച്ഛന്റെ സ്ഥാനമാണ് ഇയാളോട്. അങ്ങനെ ഇപ്പൊ മാമൻ അടുത്തേക്ക് വരുന്ന സമയത്ത് നായകൻ അയാളെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം മാമൻ വന്ന് നമ്മുടെ ആൾക്കാരോട് സംസാരിക്കാൻ നായകനോട് പറയുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ അവരുടെ അടുത്തേക്ക് വന്ന്, ഇന്ന് നമ്മൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. ഇന്ന് അവരുടെ ആ സ്ഥലം പിടിച്ചെടുത്ത പോലെ ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കണം. ഇതൊരു തുടക്കം മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ടീമിനെ മുഴുവൻ എൻകറേജ് ചെയ്യുന്നു. ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഔറംഗസീബിനെ എങ്ങനെയെങ്കിലും വീഴ്ത്തുക എന്നുള്ളതാണ്. അങ്ങനെ ആ സീനിയുടെ കട്ടായ അടുത്ത സീനില് ഛത്രപതി ശിവാജിന്റെ കൊട്ടാരം കാണിക്കുന്നു. ഇവിടെയാണ് നായകനും ടീംസ് ഒക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണിക്കുന്ന ലേഡി ആരാണെന്നറിയാവോ? ഛത്രപതി ശിവാജിന്റെ സെക്കൻഡ് വൈഫ്, അതായത് നായകന്റെ സ്റ്റെപ്പ് മദർ. ഇവർക്കൊരു മകനുണ്ട്. ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ മകനെ നായകന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ്. ഇപ്പൊ ആ കാര്യങ്ങളെ പറ്റിയല്ല അവരാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ചതിയിലൂടെ അല്ലാതെ സംഭാജിന്റെ ആ സ്ഥാനം നേടിയെടുക്കാൻ കഴിയില്ല. രീതിക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാന്നൊക്കെയാണ് ഇപ്പൊ അവരെല്ലാരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സീനിയുടെ കട്ടായ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായകനും പടയും തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തുന്നതാണ്. നായകൻ കൊട്ടാരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ കാണിക്കുന്നതാണ് നായകന്റെ വൈഫ്. ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് രശ്മികയാണ്. അങ്ങനെ ഇപ്പൊ വലിയൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഈ പടയനെ കൊട്ടാരത്തിലുള്ള ആൾക്കാരെല്ലാം വരവേൽക്കുന്നു. നായകൻ തിരിച്ചു വരുമ്പോൾ നായിക ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ആ സീനിയുടെ കട്ടായ അടുത്ത സീനില് ഔറംഗസീബിന്റെ കൊട്ടാരം കാണിക്കുന്നു. ഇവരുടെ സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന ആ സ്ഥലമാണല്ലോ, അതായത് ആ ഫയൽമാൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണല്ലോ ഇപ്പൊ നമ്മുടെ നായകനും പടയും പിടിച്ചെടുത്തത്. ആ കാര്യങ്ങൾ ഇപ്പം ഔറംഗസീബ് അറിയുവാണ്. ഇതറിഞ്ഞത് അയാളാകെ ടെൻഷൻ ആവുന്നു. ഛത്രപതി ശിവാജിന്റെ മരണത്തിന് ശേഷം അവരെ കീഴ്പ്പെടുത്താമെന്നാണല്ലോ ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ശിവാജിന്റെ മകൻ സംഭാജിയാണ് ഈ കാര്യങ്ങൾ ചെയ്തെന്നറിയുന്ന സമയത്ത് ഔറംഗസീബ് പറയുവാണ്, അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവനൊരു ധീരനാണ്. അവനാണ് എതിരെ നിൽക്കുന്നെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കണമെന്നും അയാൾ പടയനോട് പറയുന്നു. ഓൾറെഡി ഇയാൾക്ക് നായകനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അങ്ങനെ ആ സീനിയുടെ കട്ടായ അടുത്ത സീനില് വീണ്ടും നായകന്റെ കൊട്ടാരം കാണിക്കുന്നു. ഇപ്പൊ അവര് യുദ്ധമെല്ലാം ജയിച്ചു വന്നുകൊണ്ട് തന്നെ അവിടെ വലിയ ആഘോഷങ്ങളെല്ലാം നടക്കുവാണ്. സന്തോഷമായിട്ട് അവർ ഈ ആഘോഷമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് നായകന്റെ സ്റ്റെപ്പ് മദർ ഇതെല്ലാം നോക്കുന്നു. എത്രയും വേഗം തന്റെ മകനെ സംഭാജിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. ആ കാര്യങ്ങളൊക്കെയാണ് അവരാലോചിക്കുന്നത്. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് നായകന്റെ കൊട്ടാരത്തിലേക്ക് ഒരു സ്പൈ വരുന്നു. അയാളിപ്പോ എന്തോ ഒരു ഇൻഫർമേഷൻ കൊടുത്തു പോവാണ്. ആള് കൊടുത്ത ഇൻഫർമേഷൻ അക്ബർ എന്ന് പറയുന്നൊരു വ്യക്തിനെ പറ്റിയായിരുന്നു. ഈ അക്ബർ ആദ്യം മുഗൾ രാജവംശത്തിന്റെ ആളായിരുന്നു. എന്നാൽ അവർ ചെയ്യുന്ന നയങ്ങളൊന്നും
കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത അയാള് ഇപ്പൊ അവർക്കെതിരായി തിരിഞ്ഞിരിക്കുകയാണ്. അതുപോലെ അവർക്കെതിരെ പോരാടാനായിട്ട് നായകന്റെയും പ്രണയന്റെയും കൂടെ നിന്നോട്ടെ എന്ന് അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ ഇൻഫർമേഷനാണ് ഇപ്പൊ വന്ന ആള് ഇവരോട് പറഞ്ഞിട്ട് പോയത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങൾ നായകനുമായിട്ട് ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവരെല്ലാരും പറയുവാണ്, എന്തൊക്കെയാണെങ്കിലും അക്ബർ ഔറംഗസീബിന്റെ ആളാണ്. ഇപ്പൊ അവൻ അവരുടെ ടീമിൽ നിന്ന് മാറിയെന്ന് വിചാരിച്ച് നമ്മൾ അവനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പാടില്ല. ഇത് കേൾക്കുന്ന നായകൻ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയത്തില്ല. എന്തായാലും അവനെ ഒന്ന് പോയി കാണാന്നുള്ള രീതിയിൽ അടുത്ത സീനിൽ നമ്മുടെ നായകൻ അവനുള്ള സ്ഥലമെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി നേരെ അവിടേക്ക് എത്തുവാണ്. അങ്ങനെ അവനെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ അക്ബർ ഈ സമയം നായകനോട് പറയുവാണ്, നിങ്ങളുടെ കൂടെ നിന്ന് ഔറംഗസീബിനെതിരെ ഞാനും പോരാടാം. അവർ ചെയ്തു കൂട്ടുന്ന നയങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത്. സോ നിങ്ങൾ എന്നെ കൂടെ നിർത്തണം. അങ്ങനെ അക്ബർ പറയുന്ന ഈ കാര്യം കേട്ടതും നായകൻ അവനോട് തിരിച്ചു ചോദിക്കുന്നു, അവരുടെ ടീമിലായിരുന്ന നീ ഇന്ന് അവരെ ചീറ്റ് ചെയ്തു, നാളെ എന്നെ ചീറ്റ് ചെയ്യില്ല എന്ന് എന്താ ഉറപ്പ്? നിങ്ങളുടെ ന്യായങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഒരിക്കലും ന്യായത്തിന്റെ ഭാഗം വിട്ട് കളിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ചീറ്റ് ചെയ്യേണ്ടിയും വരില്ല. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനെപ്പറ്റി വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? ഇങ്ങനെ അക്ബർ പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന നായകൻ എന്റെ കൂടെയുള്ള ആരും എന്നെ ചീറ്റ് ചെയ്യില്ല എന്നും പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നു. അവന്റെ കുത്തിന് കയറി പിടിക്കുന്നു. നിങ്ങളെ ചീറ്റ് ചെയ്യാൻ കൂടെ നിൽക്കണമെന്നും പറഞ്ഞ് എനിക്ക് വന്നൊരു കത്താണ് ഇതെന്നും പറഞ്ഞ് അവന് വന്നൊരു കത്ത് ഇപ്പം നായകന് കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ അത് വായിച്ചത് നായകനാകെ ഷോക്കാവുകയാണ്. അത് നായകനെ വീഴ്ത്താനായിട്ട് നായകന്റെ സ്റ്റെപ്പ് മദർ ഇയാൾക്ക് അയച്ച കത്തായിരുന്നു. നായകന്റെ കൂടെ നിന്ന് ഒരു തക്കം കിട്ടുമ്പോൾ നായകനെ വീഴ്ത്തി ആ സ്ഥാനം തന്റെ മകന് കൊടുക്കാനും അങ്ങനെ ചെയ്താ തനിക്ക് നല്ലൊരു സ്ഥാനം കൊട്ടാരത്തിൽ തരാന്നൊക്കെയായിരുന്നു അവരതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങൾ അറിയുന്ന സമയത്ത് നായകനാണെങ്കിൽ അതിനോടൊന്നും പ്രതികരിക്കാൻ പോകുന്നില്ല. എന്നീ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ സ്റ്റെപ്പ് മദറിന്റെ കൂടെ അവരെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവരുടെ അടുത്ത് നിന്ന് നമ്മുടെ നായക ഈ കാര്യങ്ങൾ ചോദിക്കുന്നു. അതുപോലെ നായകനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അവന്റെ മാമനും ഇതറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അവര് നേരെ ഈ കാര്യം നായകന്റെ സ്റ്റെപ്പ് മദറിന്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നു. അവർ ഒരുപാട് വഴക്ക് പറയുന്നു. അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് അറിയുന്ന സമയത്ത് അവരോട് അവരുടെ മകന് ദേഷ്യം തോന്നുന്നു. അതുപോലെ തെറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ നിന്ന ആൾക്കാരില്ലേ, അവർക്കെല്ലാവർക്കും കൊട്ടാരത്തിൽ നിന്ന് വലിയ ശിക്ഷയും കിട്ടുന്നുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനിൽ ഔറംഗസീബിനെ കാണിക്കുന്നു. നായകൻ അന്ന് അയാളുടെ സ്ഥലം പിടിച്ചെടുത്തോണ്ട് തന്നെ അയാൾ അതിന്റെ കാര്യത്തിൽ ഒരുപാട് ദുഃഖിതനാണ്. ശരിക്കും ഇത്രയും ശക്തനായ ഇയാള് ഈ ഒരു രീതിക്ക് തോറ്റു പോകുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ അയാളോട് തന്നെ ലജ്ജ തോന്നുന്നു. അങ്ങനെ ഇനി നായകനെ വീഴ്ത്തിയിട്ടേ ഈ കിരീടം വെക്കുള്ളൂ എന്നുള്ള രീതിയിൽ അയാൾ ഒരു ശബ്ദം എടുക്കുന്നു. ഇത് കാണുന്ന സമയത്ത് അയാളുടെ മകള് അച്ഛനെല്ലാ ഹെൽപ്പും തന്നുകൊണ്ട് ഞാനും കൂടെ ഉണ്ടാവുമെന്ന് പറയുവാണ്. ശേഷം മുഗൾസ് അവരുടെ പടയായിട്ട് നായകന്റെ ഒക്കെ സ്ഥലത്തിന്റെ അടുത്തേക്ക് വരുന്നു. ചെറിയ ചെറിയ ആക്രമണങ്ങളെല്ലാം തുടങ്ങുന്നു. അറ്റ് ദ സെയിം ടൈം ഈ കാര്യങ്ങളെല്ലാം നായകൻ അറിയുന്നുണ്ട്. ഈ സമയത്താണ് മൂവിന്റെ ഇന്റർവ്യൂവിൽ വരുന്നത്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിംഗിൽ കാണിക്കുന്നത് മുഗൾസ് നായകന്റെ ഒക്കെ അധീനതയിലുള്ള കുറേയധികം സ്ഥലങ്ങളിലേക്ക് എത്തി അവിടെയുള്ള ആൾക്കാരെല്ലാം ദ്രോഹിച്ച് ആ സ്ഥലങ്ങളൊക്കെ ഓരോന്നായി പിടിച്ചെടുക്കുന്നതാണ്. നായകന്റെ സൈനികരെല്ലാം ഈസി ആയിട്ട് വീഴ്ത്തി മൊത്തം ഇവരുടെ അധീനതയിലാക്കാമെന്നാണ് അവരാലോചിക്കുന്നത്. അതിനനുസരിച്ചുള്ള പടയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സീനുടെ കട്ടയെ അടുത്ത സീനില് നമ്മുടെ നായകനെയും അവന്റെ ആൾക്കാരും കാണിക്കുന്നു. മുഗൾസ് വരുന്ന സമയത്ത് അവരെ എങ്ങനെ നേരിടാം, അവരെ എങ്ങനെ തുരത്തി ഓടിക്കാന്നൊക്കെയാണ് ഇപ്പൊ നായകൻ ടീംസും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സീനുടെ കട്ടയെ അടുത്ത സീനില് നമ്മുടെ നായകന്റെ സെക്കൻഡ് മദറെ കാണിക്കുന്നു. അന്ന് അവർ നായകനെ വീഴ്ത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ കുറച്ച് കടന്നുപോയി എന്നുള്ളത് പിന്നീട് അവർക്ക് മനസ്സിലായി. അതുപോലെ അവരുടെ മകന് അവരോട് പിണങ്ങിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ സങ്കടത്തില് അവരാണെങ്കിൽ തളർന്നു പോവാണ്. എന്നാൽ നമ്മുടെ നായകനാണെങ്കിൽ അവരുടെ ദേഷ്യമൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ രീതിക്ക് അവർ തളർന്നു പോകുന്ന സമയത്ത് നായകൻ വേണ്ട ശുശ്രൂഷകളെല്ലാം കൊടുത്ത് അവരെ നല്ല രീതിയിൽ നോക്കുന്നു. ഇപ്പൊ ആ മുഗൾസുമായിട്ട് ഏറ്റുമുട്ടാൻ ഇറങ്ങുന്ന സമയത്ത് പോലും നമ്മുടെ നായകൻ അവരുടെ അടുത്ത് വന്ന് അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഇറങ്ങുന്നത്. അതിനുശേഷം ഓരോ യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്തും കൊട്ടാരത്തില് സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ പൂജകളൊക്കെ ഉണ്ടാവും. പൂജകളും ആചാരങ്ങളൊക്കെ അതെല്ലാം ചെയ്തു തീർത്ത് നായകനോട് യാത്ര പറഞ്ഞ് നായകൻ പടയായിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരുടെ ദേശത്തേക്ക് എത്തിയ മുഗൾസിനെയെല്ലാം നായകനും ടീംസും ഓരോരോ രീതിയിൽ ഇല്ലാതാക്കുന്നതാണ്. പല ആയുധമുറകൾ ഉപയോഗിച്ചാണ് ഈ രീതിക്ക് അവരെ നായകനും ടീംസും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വയ്യാതെ കടന്നിരുന്ന നായകന്റെ സ്റ്റെപ്പ് മദർ മരിക്കുവാണ്. അങ്ങനെ ഇപ്പൊ അവർക്ക് വേണ്ട ചടങ്ങുകളെല്ലാം അവർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് മുഗൾസിന്റെ ഹെഡായ ഔറംഗസീബിനെയാണ് കാണിക്കുന്നത്. നായകനും ഗ്യാങ്ങും കളത്തിലിറങ്ങിയതിനു ശേഷം ഇവർക്ക് കൂടുതലും അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പൊ അയാൾ അറിഞ്ഞു. അയാളാണെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ രാത്രി കിടന്നിട്ട് അയാൾക്ക് ഉറക്കം പോലും വരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പണ്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അക്ബർ ഇപ്പൊ നായകനും ടീംസിന്റെയും കൂടെയാണ് ഇവരുടെ യുദ്ധമുറകളെല്ലാം അവരോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. അക്ബറാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഔറംഗസീബിന്റെ ആൾക്കാര് അയാളോട് പറയുന്നത്. ഇത് കേൾക്കുന്നതും അയാൾക്കാണെങ്കിൽ അക്ബറിനോട് ദേഷ്യം വരുന്നു. അവനിനി ബാക്കി വെച്ചേക്കണ്ട, തീർത്തേക്കാൻ ഈ സമയം ഔറംഗസീബ് അയാൾ ആൾക്കാരോട് പറയുന്നു. അങ്ങനെ ഔറംഗസീബിന്റെ ആൾക്കാര് അയാളെ അന്വേഷിച്ച് കണ്ടെത്തി അയാളെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഈ സമയം ഈ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ നായകനും ടീംസും അവിടേക്ക് എത്തി അവിടുന്ന് അക്ബറിനെ സേവ് ചെയ്ത് കൊണ്ടുപോകുന്നു. അടുത്ത സീനിൽ ഈ കാര്യങ്ങളെല്ലാം ഔറംഗസീബ് അറിയുവാണ്. അങ്ങനെ അയാൾക്ക് വീണ്ടും നായകനോട് ഒരുപാട് ദേഷ്യം തോന്നുന്നു. അങ്ങനെ അയാൾ ആ ദേഷ്യം തീർക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? നായകനെ വീഴ്ത്തണമെങ്കിൽ നായകനുമായിട്ട് ഇമോഷണലി അത്ര ബോണ്ടിങ് ഉള്ള ആരെങ്കിലും ഇല്ലാതാക്കണം അയാൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അയാളുടെ അടുത്ത ഏറ്റുമുട്ടലില് അയാളെ ആൾക്കാരെ കൊണ്ട് നായകന്റെ മാമനെ കൊല്ലിക്കുന്നു. ഈ കാര്യങ്ങൾ അറിയുന്ന സമയത്ത് നായകൻ ഒരുപാട് തകർന്നു പോവാണ്. കാരണം നായകന് അത്രയും ബോണ്ടുള്ള ഒരാളായിരുന്നല്ലോ നായകന്റെ മാമൻ. അങ്ങനെ ഇപ്പൊ അദ്ദേഹവുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങളെല്ലാം ഈ സമയം നായകൻ വിഷമത്തോടുകൂടി ആലോചിക്കുന്നു. തന്റെ മാമനെ ഇല്ലാതാക്കിയ ഔറംഗസീബിനോട് നായകൻ ഈ സമയം തീർത്താ ദേഷ്യം വരുവാണ്. അങ്ങനെ ഇപ്പൊ അയാളുള്ള സ്ഥലത്ത് പോയി അയാൾ ആക്രമിക്കണമെന്ന് നായകൻ പ്ലാൻ ചെയ്യുന്നു. അടുത്ത സീനിൽ നായകൻ അവന്റെ പടയനെയും കൊണ്ട് അവിടേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നായകൻ തന്റെ ഭാര്യയോടും മക്കളോടെല്ലാം യാത്ര പറഞ്ഞിറങ്ങുന്നു. ഈ സമയം നായകന്റെ സ്റ്റെപ്പ് മദറിന്റെ മകനില്ലേ, അതായത് നായകന്റെ അനിയൻ, അവൻ വന്ന് ചേട്ടാ ഞാനും കൂടെ വരട്ടേന്ന് ചോദിക്കുവാണ്. വേണ്ട, നീ കൊട്ടാരത്തിലുണ്ടാവണമെന്നും പറഞ്ഞ് അവനെ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാണ് നായകൻ ഇറങ്ങുന്നത്. അങ്ങനെ നായകനും ടീംസും ഔറംഗസീബിനോട് പോരാടാനായിട്ട് അയാളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്.
എന്നാൽ ഇതിനിടയ്ക്ക് മറ്റൊരു ചതി നടന്നു. ഔറംഗസീബ് നായകന്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാരെ വശത്താക്കിയിട്ടുണ്ടായിരുന്നു. അവരിപ്പോ നായകന്റെ കുറേയധികം ഇൻഫർമേഷൻസ് ഔറംഗസീബിന്റെ അടുത്ത് നേരത്തെ തന്നെ എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഇപ്പൊ ആ ഒരു രീതിക്ക് പ്ലാൻ ചെയ്ത് അയാളും അയാളുടെ ആൾക്കാരും നായകനെയും ഗ്യാങ്ങിനെയും വളയുവാണ്. അങ്ങനെ ഇപ്പൊ നായകന്റെ കൂട്ടത്തിലുള്ള ഓൾമോസ്റ്റ് ആൾക്കാരെയും ഔറംഗസീബ് അയാളുടെ ആൾക്കാരും തീർത്തു കളയുന്നു. സോ ഇനി ബാക്കിയുള്ളത് നായകനും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ കലാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇപ്പൊ അവരെ രണ്ടുപേരെയും പിടിച്ച് ഔറംഗസീബിന്റെ ആൾക്കാര് ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിടുന്നു. ഒരുപാട് ഉപദ്രവിക്കുന്നു. എന്നാൽ കൂടെയുള്ള ആൾക്കാരെല്ലാം തീർത്തിട്ടും ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും നായകന്റെ കണ്ണില് ഒരു ചെറിയ ഭയം പോലും അയാൾക്ക് കാണാൻ കഴിയുന്നില്ല. ഈ സമയം അയാൾക്ക് ദേഷ്യം വരുന്നു. അയാൾ ആൾക്കാരോട് പറയാണ്, എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഇവന്റെ മുഖത്ത് എനിക്ക് ഭയം കാണണം. അങ്ങനെ ഇവന്റെ മുഖത്തെ ഭയം കണ്ടാൽ മാത്രമേ ഞാൻ ജയിച്ചു എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ. ഇത് കേൾക്കുന്ന അയാളുടെ ആൾക്കാര് നായകനെ വീണ്ടും ഒരുപാട് ഉപദ്രവിക്കുന്നു. എന്നിട്ടും നായകന്റെ മുഖത്ത് ഒരു ഭയം കാണുന്നില്ല. ഈ സമയം അയാളുടെ ആൾക്കാര് അവശേഷിക്കുന്ന നായകന്റെ കൂട്ടത്തിലുള്ള നായകന്റെ ഫ്രണ്ടായ കലാശിനെ എന്തെങ്കിലും ചെയ്യുക, അപ്പോഴെങ്കിലും നായകൻ പേടിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവനെയും കൊല്ലാക്കൊല ചെയ്ത് അവനെ ആ ഒരു രീതിക്ക് അവർ തീർക്കുവാണ്. എന്നിട്ടും നായകൻ പേടിക്കുന്നില്ല. അവന്റെ മുഖത്തൊരു ഭയമില്ല, ഒരു റിയാക്ഷനും ഇല്ല. എത്രയും വേഗം നായകനെ തോൽപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കിരീടം തനിക്ക് അണിയാലോ എന്നൊക്കെ ഈ സമയം ഔറംഗസീബ് ആണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുവാണ്. അറ്റ് ദ സെയിം ടൈം നായകന്റെ കൊട്ടാരത്തില് നായകനെയും പടയനെയും ഔറംഗസീബ് ആൾക്കാരെ പിടികൂടി അവരെ ഈ ഒരു രീതിക്ക് കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവരൊരുപാട് സങ്കടപ്പെടുന്നു. ഇതേ സമയം നായകനൊന്നും ഭയക്കൂലും ചെയ്യാത്തതുകൊണ്ട് നായകനെ കൊല്ലാക്കൊല ചെയ്യാനായിട്ട് അവര് മുറിഞ്ഞിരിക്കുന്ന നായകന്റെ ശരീരത്തിൽ ഉപ്പ് വിതറുന്നു. എന്നിട്ട് നായകനാണെങ്കിൽ ഒരു റിയാക്ഷനും കൊടുക്കുന്നില്ല. ഈ സമയം അവരാണെങ്കിൽ നായകനെ വേദനിപ്പിക്കാനായിട്ട് അവന്റെ കൈവിരലിലെ ഓരോരോ നഖങ്ങളായിട്ട് പിഴുതെടുക്കുന്നു. എന്നിട്ട് നായകന് ഒരു റിയാക്ഷനും ഇല്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും നായകനൊന്നും കുലുങ്ങൂലും ചെയ്യാത്തപ്പോ ഇതുകൊണ്ട് എല്ലാവരും അകം സ്തംഭിച്ചു പോവുകയാണ്. ഇതേസമയം നായകന്റെ കൊട്ടാരത്തില് നായകൻ തിരിച്ചു വരാനായിട്ട് അവര് പൂജകളും പ്രാർത്ഥനകളെല്ലാം നടത്തുവാണ്. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനിൽ ഔറംഗസീബിനെ കാണിക്കുന്നു. ഇപ്പൊ അയാളുടെ അടുത്ത് വന്ന് അയാളുടെ ആൾക്കാർ പറയുവാണ്, എന്തൊക്കെ ചെയ്തിട്ടും സംഭാജിന്റെ മുഖത്ത് ഒരു പേടിയില്ലാന്ന്, അവന്റെ കണ്ണ് പോലും ഒന്നും അറിയുന്നില്ലാന്ന്. ഇത് കേൾക്കുന്ന ഔറംഗസീബ് ദേഷ്യം വന്ന് പറയുവാണ്, അങ്ങനെയാണെങ്കിൽ അവന്റെ ആ കണ്ണങ്ങ് കുത്തിപ്പൊട്ടിക്കുക. ഇത് കേൾക്കുന്ന അവരാണെങ്കിൽ നായകന്റെ അടുത്തേക്ക് വന്ന് അവന്റെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിക്കുന്നു. അതും കമ്പി വഴിപ്പിച്ചാണ് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നത്. എന്നിട്ടും നായകൻ അനങ്ങുന്നില്ല, ഒരു റിയാക്ഷൻ ചേഞ്ചും ഇല്ല. അങ്ങനെ ഈ കാര്യങ്ങൾ അറിയുന്ന സമയത്ത് അടുത്ത ദിവസം രാവിലെ ആവുന്ന സമയത്ത് സംഭാജിന്റെ അടുത്തേക്ക് ഔറംഗസീബ് എത്തുവാണ്. എന്നിട്ട് അവനോട് പറയാണ്, നീ അങ്ങ് തോറ്റു സംബന്ധിച്ചേരെ, നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കാം. ഇനിയുള്ള കാലം എന്റെ കൂടെ ഈ കൊട്ടാരത്തില് എന്റെ ആശ്രിതനായിട്ട് നിനക്ക് കഴിയാം. ഇത് കേൾക്കുന്ന സമയത്ത് നല്ല ബോൾഡായിട്ട് നായകൻ അങ്ങോട്ട് പറയുവാണ്, നീ വിചാരിക്കുന്ന പോലെ നിന്റെ മുമ്പിൽ ഒരിക്കലും ഞാൻ തോക്കാൻ പോകുന്നില്ല, ആ ആഗ്രഹങ്ങളൊക്കെ വെറുതെയാണെന്ന്. ഔറംഗസീബിന് ഇത് കേൾക്കുന്ന സമയത്ത് വല്ലാത്ത ദേഷ്യം തോന്നുന്നു. ഇത്രയൊക്കെ ഇറങ്ങി വന്ന് സംസാരിച്ചിട്ടും നായകനാണെങ്കിൽ ഒരു മാറ്റമില്ലല്ലോ. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരടി പോലും അനങ്ങാതെ പാറക്കല്ല് പോലെ നായകൻ അങ്ങനെ ഉറച്ചു നിൽക്കുമല്ലേ. അങ്ങനെ ഇപ്പൊ ആ ദേഷ്യത്തിന് പുറത്ത് അയാളുള്ള ആൾക്കാരോട് ഇനി അവനെ ഒരുപാട് ദ്രോഹിക്കാൻ പറയുന്നു. അങ്ങനെ ആൾക്കാർ വന്ന് അവനെ വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്നു. ഇതേസമയം കൊട്ടാരം കാണിക്കുവാണ്. പോകുന്നതിന് മുമ്പ് നായകൻ പറഞ്ഞായിരുന്നു, ഇൻ കേസ് ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ കൊട്ടാരത്തിന്റെ കൺട്രോൾ മുഴുവൻ സ്റ്റെമ്പറിന്റെ മകനായ തന്റെ അനിയന് കൊടുക്കണമെന്ന്. കൊട്ടാരത്തിൽ ഇപ്പം നമ്മുടെ നായകന്റെ വാക്ക് പോലെ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ചടങ്ങുകളെല്ലാം ഭംഗിയായി നായിക ചെയ്തു തീർക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇതേ സമയം ഔറംഗസീബ് ആണെങ്കിൽ ഇന്നപോലെ കൊട്ടാരത്തിലെ പുതിയ രാജാവായി നായകന്റെ അനിയൻ സ്ഥാനമേറ്റു എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നു. മറാത്താസിനെ പെട്ടെന്ന് തന്നെ വീഴ്ത്തി എല്ലാം ഒറ്റയടിക്ക് സ്വന്തമാക്കാമെന്നായിരുന്നു ഔറംഗസീബ് ആലോചിച്ചിരുന്നത്. എന്നാൽ ഇപ്പൊ സംഭവിച്ചതൊന്നും വിചാരിച്ച പോലെയല്ല. നായകനാണെങ്കിൽ തോറ്റു കൊടുത്തുമില്ല. അങ്ങനെ ഇപ്പൊ ഈ ദേഷ്യത്തില് ഈ ന്യൂസ് വന്ന് പറഞ്ഞ ആളെ ഔറംഗസീബ് ആണെങ്കിൽ കത്തി വെച്ച് കുത്തി കൊല്ലുന്നു. എന്നിട്ട് എല്ലാരും കേക്കെ ഔറംഗസീബ് പറയാണ്, സംഭാജിനെ പോലെ ഒരു മകൻ എനിക്കുണ്ടായാൽ മതിയായിരുന്നു, ഈ ലോകം തന്നെ അവന് വെച്ച് ഞാൻ കീഴടക്കിയെന്ന്. സോ അയാളുടെ ഈ സംസാരത്തിൽ നിന്ന് നായകന്റെ ധൈര്യത്തിന് മുമ്പിൽ അയാൾ തോറ്റുപോയി എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതേ സമയം പുറത്തവര് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സംഭാജിനെ കാണിക്കുന്നു. വേദന സഹിച്ച് നായകൻ അവസാനം മരിക്കുകയാണ്. എന്നാൽ മരിക്കുന്ന ഈ നിമിഷം വരെ സംഭാജി അവർക്ക് തോറ്റു കൊടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പൊ ഈ ഒരു സീക്വൻസും കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മച്ചന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? അത്യാവശ്യം നല്ലൊരു മൂവി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. ഒരുപാട് കളക്ഷൻ നേടിയെടുത്ത ഒരു നല്ല മൂവി ആയിരുന്നു ഇത്. നിങ്ങൾക്ക് ഈ മൂവിനെ പറ്റി തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. പിന്നെ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.